ആ ഇവിടെ ഇനി എന്താണ് പപ്പടോ ദേവേ ആ പപ്പടം ഇങ്ങെടുത്താണ് റെഡി എസ്റ്റേറ്റ് ഇപ്പോൾ ആൾ വരും കേട്ടോ. അതൊക്കെ റെഡിയാക്കി വെച്ചാണ് പെട്ടെന്ന്. ആർക്കൊക്കെയാണ് പപ്പടം വേണ്ടത്? ആർക്കൊക്കെയാണ്? ഇവിടെയാണോ പപ്പടം വേണ്ടത്? ദേവു ഒരു ഇല ഇങ്ങെടുത്തേ. ആ ചേട്ടാ ഇന്നെന്താ താമസിച്ചോ? கொஞ்சம் தொடச்சு விடுங்க. നിങ്ങളെ കൂട്ടുകാരൊക്കെ എന്ത് ചേട്ടാ? ആ തൂക്കിങ്ങെടുത്തേ. അച്ചാറിക്കട്ടെ. ചേച്ചി എവിടുന്നാ? ഞാൻ തൃശ്ശൂർന്നാ. വങ്കട കൊഴിയാള ചാള എന്താ വേണ്ടേ? വങ്കടം കുടിച്ചാച്ച് ചാള മട്ടും താ. കറി ബിജു കുറച്ച് വെള്ളം കൊടു, അല്ലെങ്കിൽ ആളിപ്പോ പൊട്ടിത്തെറിക്കും. മീൻ കുളമ്പ് കൊടു, മീൻ കുളമ്പ് കൊടു. ഇവിടെ ഇപ്പം മീൻ കറി ഒഴിക്കട്ടെ ചേട്ടാ. ചേട്ടാ ഇച്ചിരി കപ്പയും മീൻകറിയും കൂടെ എടുത്തേ. ദേവു കൊഞ്ചം തള്ളിയിരി, ആർക്കും തൊന്തര വേണാതെ. ചേട്ടാ നുത്തോലി ഉണ്ടോ ചേട്ടാ? ഇല്ല, നെത്തോലി ഇല്ല. നെത്തോലിക്ക് ഇവിടെ കൊഴുവെന്നാണ് പറയണത്. നെത്തോലി അങ്ങ് തെക്കോട്ടാണ്. ദേവു ആ തൂക്കലാൻ നിറച്ചാണ്. തോട്ടത്ത് പണിക്കാരൊക്കെ വരാറായി. ആ തൂക്കലാൻ നിറേ കുറച്ച് ദൂരം വെക്കട്ടാ. മീൻ മതിയല്ലോ. ദേവേ ഒരല്ലേ ഇങ്ങെടുക്ക്. ഒരു ഫിഷ് ഫ്രൈ വെക്കട്ടെ. ആ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ്. മതി കളിച്ചത് പോതും. ശീഘ്രം കുളിച്ചിട്ട് വാ, ഷാപ്പിടാം. വൈകിട്ട് ട്യൂഷൻ ഉണ്ട്. ഇതും കൂടെ കളിച്ചോട്ടെ. ഒരു ഫിഷ് ഫ്രൈ പറയട്ടെ, ഞാൻ കൊടുത്തോളാം. വേണ്ട വേണ്ട. അമ്മയുടെ ഒരു കാര്യം. ഗൂഗിൾ പേ ഉണ്ടോ? ഉണ്ടല്ലോ. എത്രയായി? രണ്ട് ഫ്രൈ അല്ലേ? 120 രൂപ. ഈ ഊണും കൂടെ ഞാൻ തരാം. അത് വേണ്ട, ആ ഊണ് ഇവിടെ ഫ്രീ ആണ്. അയച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഊണായിരുന്നു. ഫ്രൈ ആണെങ്കിൽ പൊളി. ശരി, ഇടയ്ക്ക് ഇറങ്ങണേ. പിന്നെ നിങ്ങൾ പോട്ടെ.
അല്ല, ജെട്ടിയിലേക്കാണോ? ബോട്ട് ജെട്ടിയിലേക്ക്? ഞാനും അങ്ങോട്ടാ, തിരുവനന്തപുരത്തേക്ക്. അല്ല, സാറിൻ്റെ പേര്? എൻ്റെ പേര് സജിൻ രാജ്. തിരുവനന്തപുരത്താണ്, പേരൂർക്കട. ഇവിടെ അടുത്തൊരു കുഞ്ഞമ്മ താമസിക്കുന്നുണ്ട്. യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. അല്ല, ഞാൻ ബിടെക് കഴിഞ്ഞാണ്. ദുബൈയിലായിട്ടൊരു വിസ റെഡി ആയിട്ടുണ്ട്. ടിക്കറ്റ് റെഡിയായി. യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. സാറിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. സാറിൻ്റെ പേര്? എൻ്റെ പേര് വിജയൻ നായർ, കൊല്ലത്തുകാരനാണ്. ഇപ്പം തിരിച്ച് വീട്ടിലേക്കാണോ? സാറിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. 40 വർഷം ദുബൈയിലായിരുന്നു, കരാമയിൽ, ഒരേ കമ്പനിയിൽ. പേര് ഞാൻ വിട്ടുപോയി. ഞാൻ സജിൻ രാജ്. സജിൻ രാജ്. അച്ഛൻ രാജേന്ദ്രൻ, അദ്ദേഹം മെർച്ചൻ്റ് നേവിയിലായിരുന്നു, റിട്ടയറായി. അമ്മ സ്കൂൾ ടീച്ചറാണ്, ഹെഡ് മിസ്ട്രസ്, നാട്ടു സ്കൂളിൽ തന്നെ. ഒരു ചേച്ചിയാണുള്ളത്. അവളെ ഭർത്താവ് അളിയനും ഗൾഫിലാണ്. ഒരു മോനുണ്ട്. അവളിവിടെ BEd കോളേജിലെ ലെക്ചറാണ്. സാറിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യ മരിച്ചു. അവൾ പോയിട്ട് 11 വർഷമായി. മക്കളൊക്കെ? മക്കള് എനിക്ക് 3 മക്കളാണ്. മൂത്തത് മോളാണ്. അവള് ഗുജറാത്തിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഭർത്താവിനോട് ടയർ കമ്പനിയിലാണ് ജോലി. രണ്ടാമത്തത് മോൻ. അവനും ഭാര്യയും നാട്ടിലാണ്, വീട്ടിൽ. അവള് ബാങ്ക് മാനേജർ. അവനൊരു സൂപ്പർ മാർക്കറ്റുമായിട്ട് കഴിയുന്നു. ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടല്ലേ? ആ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, ഇപ്പോഴും ഇത്രയും നല്ല മനുഷ്യരൊക്കെ ഉണ്ടോയെന്ന്. ഞാൻ സാറിൻ്റെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതാ. അപ്പം അയാൾ പറയാണ് അത് വേണ്ട, ആ ഊണ് ഫ്രീ ആണെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാർ എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ? സാറേ, പോട്ടെ. സാർ 3 മക്കളുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിൽ മൂന്നാമത്തെ ആളിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. മൂന്നാമത്തെ ആള് ഇയാൾ ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് ഫ്രീ ആയിട്ട് ഊണ് തന്നു? അതാണ് എൻ്റെ ഇളയ മോൻ. അവനുള്ളതാണ് ഹോട്ടൽ. അത് വേണ്ട, ആ ഊണ് ഇവിടെ ഫ്രീ ആണ്. സാറേ 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 നിക്ക്. സബ്സ്ക്രൈബ് ചെയ്യണം, എന്നോടൊപ്പം ഉണ്ടാവണം. താങ്ക് യു.